ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധമായ ദേവാലയത്തിൽ അൾത്താരയുടെ മുമ്പിൽ നിന്ന് വിവാഹിതരായ എല്ലാ ദമ്പതിമാരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് അന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് പറഞ്ഞ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോ കൂട്ടിയോജിപ്പിച്ച ദമ്പതിമാരോടാണ് ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ, സ്വവർഗ വിവാഹങ്ങൾ, ഇതുപോലെയുള്ള മാരക പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ വായിക്കുന്ന ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹവും ലോത്തും വേർപിരിഞ്ഞ് സോദോം ഗൊമോറയിൽ വസിക്കുമ്പോൾ അവിടെ മ്ലേച്ഛകരമായ പാപങ്ങൾ വർദ്ധിക്കുന്നു. സ്വവർഗ വിവാഹങ്ങൾ, ലിവിങ് ടുഗദർ, ഇതുപോലെയുള്ള മാരക പാപങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരിക്കലും ആ ജനത്തോട് കരുണ കാണിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും അയച്ച് ആ നഗരം നിശേഷം തകർത്തു കളഞ്ഞു, നിശേഷമില്ലാതാക്കി എന്നാണ് ഞാൻ എൻ്റെ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കണം. നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കണം. കാരണം ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങളോ കടന്നു പോവുകയില്ലെന്ന്. ഈ 2024 പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, എന്നാൽ ദൈവവചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. നാട്ടിലായിരിക്കുമ്പോൾ ഒരു ധ്യാനത്തിന് 5 ദിവസത്തെ ധ്യാനമാണ്, വൈകുന്നേരമാണ് ധ്യാനം ആരംഭിച്ചത്. പിറ്റേ ദിവസമായപ്പോൾ ഒരു ചേട്ടന് വളരെ അസ്വസ്ഥതയോടുകൂടി ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ധ്യാനം കൂടാൻ പറ്റത്തില്ല, തിരിച്ച് വീട്ടിൽ പോകണം. എല്ലാവരും ഇങ്ങനെ ചേട്ടനോട് സംസാരിച്ചപ്പോഴും ഈ ചേട്ടന് ജന്മം ചെയ്ത ചേട്ടന് ഈ സമ്മതിക്കത്തില്ല, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ ചേട്ടനുമായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകനായിരുന്നു. ചെറുപ്പത്തിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും, അൾത്താരപാലനായിട്ട് ശുശ്രൂഷ ചെയ്യും. പഠനശേഷം അധ്യാപകനായിട്ട് ജോലി കിട്ടി. ഞായറാഴ്ചകളിൽ വേദപാഠത്തിന് പിള്ളേരെ പഠിപ്പിക്കും, ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു വിവാഹാലോചന കടന്നു വന്നു. അങ്ങനെ വിവാഹം നടന്നു. അതിരാത്രിയിൽ ഈ സാറ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭാര്യയായിട്ട് വന്ന ആ സഹോദരി വയലൻ്റായി അവിടെ റൂമിലുണ്ടായിരുന്ന സകലതും അടിച്ചു തകർത്ത് വല്ലാത്ത വയലൻ്റായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഈ സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സഹോദരിയുടെ മരുന്ന് നിങ്ങൾ നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഈ സാറ് ഈ ഡോക്ടറുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത്, മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇവർ നിർത്തിയുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമുണ്ടായതെന്നറിഞ്ഞപ്പോൾ ഈ സാറിൻ്റെ വീട്ടുകാർ പറഞ്ഞു, നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ ആ സഹോദരി ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് സാറും വീട്ടുകാരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാറിന് ഭയങ്കര വല്ലാത്ത നിരാശയായി, വിഷമമായി, വീടിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇടവക ദേവാലയത്തിൽ പോയി ആൾക്കാരുടെ മുമ്പിൽ പോയി കമന്ന് കിടന്ന് ഈ സാറ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രമാത്രം വിശ്വസ്തയോടെ അങ്ങയുടെ സന്നിധിയിൽ ജീവിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി സാറ് അവിടെ കിടന്ന് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. ചെറിയൊരു മയക്കത്തിലേക്ക് സാറ് പോയപ്പോൾ ഈശോ ഇങ്ങനെ ഈ സാറിനോട് സംസാരിക്കുന്നതായിട്ട് സാറ് കേട്ടു. ഈശോ പറഞ്ഞു, മോനെ, ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ മകളെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പേരെ നോക്കി, പക്ഷേ എന്നാൽ മോനെ, നിന്നെയാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് എൻ്റെ മകളെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചത്. നീ നല്ലതുപോലെ നോക്കുമെന്നൊക്കെ ഓർത്താണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എന്ന് ഈശോ പറഞ്ഞിട്ട് ഒരു കണ്ണുനീർത്തുള്ളി ഈ സാറിൻ്റെ ദേഹത്തേക്ക് വന്ന് ഇങ്ങനെ വീഴുന്നതായിട്ട് സാറിനൊരു അനുഭവം ഉണ്ടായി. ഇത് പറഞ്ഞപ്പോൾ ആ സാറ് അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ വലിയ സങ്കടം എനിക്ക് തോന്നി. സാറ് വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് ആ മകളെ തന്നെ മതി. അങ്ങനെ സാറ് വീട്ടുകാർ സമ്മതിച്ചില്ല. കാരണം ഒരു ദിവസം മാത്രമേ വിവാഹം നടന്നു, ഒരു ദിവസത്തെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നല്ല വിവാഹം വരും, വേറെ കിട്ടും, അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ സാറ് അതൊന്നും വകവെക്കാതെ ഈ മകളെ തിരിച്ചു കൊണ്ടുവന്നു. അവരൊന്നിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. എല്ലാ ദിവസവും മരുന്ന് കൊടുക്കും, ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയി. അവർക്ക് 2 മക്കൾ ഉണ്ടായി. ഒരാൾ ഡോക്ടറായി, ഒരാൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു, ഒരാൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാനിവളെ പിരിഞ്ഞിരുന്നിട്ടില്ല.
അവൾ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് എനിക്കിവിടെ ഇരുന്ന് ധ്യാനം കൂടാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണമെന്നിങ്ങനെ സാറിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം കൂട്ടിയോജിപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്നേഹിതൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ചേട്ടൻ്റെ വൈഫ് കുഞ്ഞുങ്ങളെയായിട്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ ഭാര്യയെ വിളിച്ച് ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ ഡിവേഴ്സിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചേട്ടന് വല്ലാത്ത സങ്കടവും വിഷമവുമായി. അങ്ങനെ നേരം അപ്പോഴേ എന്നോടിങ്ങനെ പറഞ്ഞു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഒന്നിച്ച് ഇവരെ ഇരുത്തി സംസാരിക്കുവാനൊരു അവസരം കിട്ടി. അപ്പോൾ ഈ ചേച്ചിയോട് ഇങ്ങനെ എന്ത് കാരണം എന്നാകുന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, ഈ ചേട്ടൻ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്. ഈ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കിടന്ന് ഇങ്ങനെ കൂർക്കം വലിക്കും. അപ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്കതുകൊണ്ട് ഈ വ്യക്തിയെ വേണ്ട എന്ന് പറഞ്ഞ് ഈ നിസാര കാര്യത്തിന് ഈ ചേച്ചി ഈ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഈ സഹോദരി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ തമാശ പറഞ്ഞിട്ടോ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒരു കാര്യമൊന്നുമില്ല. ഞാൻ അടുത്ത സെക്കൻഡിൽ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചു, ചേച്ചി ഇപ്പം കർത്താവ് വിളിക്കുക, മോളെ നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഈ ഒരൊറ്റ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഹൃദയത്തിൽ അങ്ങോട്ട് തട്ടി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് ചോദിക്കും, നിനക്കൊരു ജീവിത പങ്കാളിയെ ഞാൻ നിനക്ക് തന്നായിരുന്നു, നീ എന്തിനാ അവനെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ഈശോ ചോദിക്കുമ്പോൾ ചേച്ചി എന്ത് മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചു. ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ ഉള്ളിൽ അങ്ങോട്ട് തട്ടി. ചേച്ചി അന്ന് തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല. ഇപ്പോഴവർ സുഖമായിട്ട് മുൻപോട്ട് ജീവിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ ഇന്ന് അനേകർ ഇതുപോലെ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം, മരണം എപ്പോൾ വേണമെങ്കിലും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണേൽ കർത്താവ് എന്നെ വിളിക്കും. ഞാൻ പോകാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ കുറച്ച് നാളുള്ള ഈ ജീവിതത്തിൽ നമ്മൾ ഈ കൂർക്കം വലിയാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു, അല്ലെ നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോരാ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വഴക്കുണ്ടാക്കി ഈ കുടുംബ ബന്ധങ്ങൾ നമ്മൾ തകർത്ത് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിശാചിന് വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒരിക്കലും ഈ ഡിവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തികൾ അതിൽ നിന്ന് മാറി ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഈശോ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ, തെറ്റുകളും കുറവുകളും ഇല്ലാത്ത വ്യക്തികളില്ല, എന്നാൽ അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളായിട്ട് മാറുന്നത്. ഈശോയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന്. എന്നാലും അവസാനം വരെ ഈശോ യൂദാസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഭർത്താവ് ഭാര്യയെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ടുള്ള ഒരു ജീവിതം വിശുദ്ധയോടെ മുമ്പോട്ട് ജീവിക്കുവാനും വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനും എല്ലാ ദമ്പതിമാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ എല്ലാ ദമ്പതിമാരും നിറയട്ടെ. ഏതെങ്കിലും അസ്വസ്ഥതകൾ ഇതുപോലെ ഏതെങ്കിലും കുടുംബങ്ങളിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.